പൊക്കോട്ടെ ഞാൻ. ആ മറ്റേ ചെരുപ്പിനോട് പോകാമല്ലോ എന്നാ പിന്നെ എന്നാ അവിടെ കയറുന്നതാണെങ്കിൽ ഈ ചീഞ്ഞ ചെരുപ്പിനോട് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എടുത്തോണ്ട് വരാം. പിടിച്ചിട്ട് വരാം. കാട്ടുകോഴി രാവിലെ ഈ കോഴികളുടെ കൂടെ നിൽപ്പുണ്ടായിരുന്നു. അത് കാർത്തിയായിരുന്നു. അതുകൊണ്ടാ ഇന്നുണ്ട്. ഇന്ന് പൊടിമറ്റം അല്ല ആനക്കല്ല്. ഇവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ലല്ലോ. വീണ്ടും അലക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. വീണ്ടും തുടങ്ങി എൻ്റെ ഡ്യൂട്ടി. അലക്കിച്ച വെയിലുണ്ട്. വെയിൽ മുക്കുന്നതിന് പോകണമെന്ന് ഓർത്താ. പണിയുണ്ട് ആനക്കല്ല. അല്ല ഇലക്ട്രിക് വർക്കിന് പോകുന്നുണ്ട്. വയറിങ്ങിന് വേറെ ഒരുത്തനുണ്ട്. അവനിപ്പം വരും. ഒരുത്തനല്ല, ആനക്കല്ലുള്ള പിള്ളേരോടാ. റബിയൊന്നും വന്നില്ലേ? ഇവിടുത്തെ വർക്ക് കഴിഞ്ഞാണോ? ഇവിടെ വർക്ക് കഴിഞ്ഞാണോ?
തുണി അലക്കി വിരിച്ചു വിട്ടു. കുറച്ച് തുണി എടുത്തുള്ളൂ, എല്ലാം കൂടെ എടുത്തോണ്ട് വയ്യായിരുന്നു. അതുകൊണ്ട് മക്കളവിടെ കിടക്കുക കേട്ടോ. നിങ്ങൾ അടുക്കള കിടന്ന് ഭയങ്കര അലമ്പ. അതും കൊണ്ടാണ് കുറച്ച് കഴിഞ്ഞ് അഴിച്ചു വിടാം. അവരഴിച്ചു വിട്ട് കഴിഞ്ഞാലേ എത്ര എന്നൊക്കെ ഓടിച്ചാലും വഴക്ക് പറഞ്ഞു അല്ല മണൽ വരി എറിഞ്ഞാലും അതുങ്ങൾ പോകത്തില്ല. അടുത്തത് എന്നാ ഭർത്താവ് പോണോ, ഇറങ്ങിപ്പോണോ, അഴിച്ചു വിടണോ? ആ എന്നിട്ട് വേണം നിനക്ക് നാട് നീളത്തന്നെ നടക്കാൻ. പോ, അഴിച്ചു വിടാത്ത എൻ്റെയാ. ഞാൻ അഴിച്ചു വിട്ട് കഴിഞ്ഞാലേ ശരിയാവത്തില്ല. അമ്മ അത്രയ്ക്ക് മടുത്തു കേട്ടോ. പിയ പിയ ഓ പിയ പിയ. കറുത്ത മുഖം. വെയിൽ കൊണ്ടുവന്ന് കുറച്ച് വെയിൽ കൊണ്ടുള്ളൂ. അലക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു സൂര്യൻ. അപ്പം ഫ്രണ്ടിൽ മുഖത്തോട്ടടിച്ചത്. അയൽക്കൂട്ടം വരെ ഒന്ന് പോയിട്ട്, അല്ല അയൽക്കൂട്ടമല്ല, കാഞ്ഞിരപ്പള്ളി പോകണം. അതിനിടയ്ക്ക് അയൽക്കൂട്ടത്തിൽ പോയിട്ട് വേണം കാഞ്ഞിരപ്പള്ളി പോകാൻ. ദൈവമേ, പക്ഷെ ടവലെടുത്തില്ല, മൊത്തം എന്താ വേർക്കുന്നു. എവിടെ ടവലെടുക്കുക? തിരിച്ച് കയറണോ? ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങാനും മഴ പെയ്യുവാണെങ്കിൽ എൻ്റെ ചെരുപ്പ് മഴ എങ്ങാനും പെയ്യുവാണെങ്കിലോ. ഇപ്പോൾ വെയിലൊക്കെ ഉണ്ട്. നല്ല വെയിലുള്ള ദിവസമാണ് സാധാരണ മഴ പെയ്യാറ്. ഇവിടെ മഴക്കാറായിട്ട് മൂടി നിന്ന് കഴിഞ്ഞാൽ മഴയും സാധാരണ പെയ്യാറില്ല. പോയിട്ട് വരാം. ഓക്കെ അമ്മച്ചോ, പറഞ്ഞേക്കാം. പറമ്പിൽ കൂടെ തന്നെ പോകണമല്ലോ. എന്നടാ പൊന്നെ, പോയിട്ട് വരാം കേട്ടോ. കുരയ്ക്കണ്ടേ? വേണ്ട വേണ്ട. ഇതെന്താ ഇനി വളരും? ഞാൻ ഇവിടെ കൊണ്ടിട്ടിട്ട് പോയതാണല്ലോ, ഞാനില്ലായിരുന്നു അന്നേരം. ഇനി വളരും പൂഞ്ഞാർ ഭാരതത്തോടൊപ്പം. PC ജോർജ്, ഇന്ത്യ സ്ഥാനത്ത്. ഞാനില്ലെന്ന് ഓർത്തിട്ടിട്ട് പോയത് കേട്ടോ. ഞാൻ അന്നേരം ഇവിടെ ആയിരുന്നു. മഴക്കാറുണ്ട്, മഴയുണ്ടെന്നാണൊരു തോന്നൽ. പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ദൈവമാണെങ്കിൽ അതിൽ വീഴട്ടെ. അയൽക്കൂട്ടം കഴിഞ്ഞ് ചേട്ടാ വിളിക്കുമെന്ന് പറഞ്ഞതേ 5:52. 6 മണിയാകുമ്പം ചേട്ടാ ഫ്രീ ആവുമെന്നാണ് പറഞ്ഞത്. അറിയില്ല. ഇനിയിപ്പം ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോകണോ അതോ കാഞ്ഞിരപ്പള്ളിക്ക് പോകണോ എന്നുള്ളൊരു ആശങ്കയിൽ നടക്കുവാണ്. ഇവിടെയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ സ്ഥലങ്ങളൊക്കെ. ഇവിടുന്നോ വെള്ളം പോകുന്നു. എൻ്റെ ഉള്ളത് കാണുമ്പോൾ ചങ്ക് തകരുന്നു. ചേട്ടാ ചെല്ലാൻ വിളിച്ചൊന്നുമില്ല, പക്ഷെ ഞാനങ്ങ് പോവാം. നാണം കെട്ട്. കടച്ചക്ക ഇല്ലേ? അല്ല, കടച്ചക്ക. അടിപൊളി. വെയിലില്ലാതെ ഇതിലെ കൂടെ ഒക്കെ നടക്കാൻ നല്ല സുഖമാണ്. ഈ സമയത്തൊക്കെ ഇങ്ങനെ ഇന്നത്തെ പണി ഇതായിരുന്നു. ഇതിനകത്ത് ലൈറ്റ് കൊടുത്ത് മേളിൽ കയറി ജീവൻ പണിയെ വെച്ചുള്ള കളിയായിരുന്നു.
കൊടുങ്കാറ്റ്. നീ സ്റ്റാൻഡിലാണോ? എന്നാ വാ കയറ്. അതിൻ്റെ പൈസ തന്നില്ലായിരുന്നല്ലേ? ഇതടച്ചേക്കാവോ? നമ്മൾ തുറന്നല്ലേ. ഗുഹയിൽ കൂടെ പോകുന്ന പോലെ ഉണ്ട്. ഈ കടകളെല്ലാം അടച്ചിടുന്നു. സൺഡേ ആയതുകൊണ്ട് ഒറ്റ കടയില്ല. ഉണ്ട്, പുതിയ കടയായതുകൊണ്ട് അത് തുറന്നു വെച്ചിട്ടുണ്ട്. കോട്ടയം ബസ് ഉണ്ട്. ഞാൻ ഒരു വന്ന് കറക്റ്റ് അങ്ങോട്ട്. സ്റ്റുഡിയോ മാക്സിമം അടുത്തടുത്ത് വന്നു. ചേട്ടാ എവിടെ നിൽക്കുക? ഹലോ, ഞാൻ എൻ്റെ ഫ്രണ്ടിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ശരി. പിന്നെ അതിനു മുമ്പേ ഈ നാട് നന്നാവാൻ UDF അത് വേണ്ട കേട്ടോ. ആ ഒരു റൗണ്ടിൻ്റെ അകത്തുണ്ട്. എങ്ങനെയുണ്ട് ഈ വർഷത്തെ രാഷ്ട്രീയ അടിപൊളിയല്ലേ? നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ പ്രാവശ്യം എങ്ങനെയുണ്ട്? പ്രാവശ്യം നമുക്ക് കോൺഗ്രസിന് ഭയങ്കര അനുകൂലമാണ്. പക്ഷെ പരിചയമില്ലാത്ത ആളാന്നൊക്കെ ആൾക്കാർ പറയുന്നത്. സാറ് നല്ല വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ആളാണ്. പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നതാണ്. നല്ല രീതിയിൽ പൊതുരംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും വരും. വളരെ സൗമ്യനാണ്. ഓക്കെ. ചട്ടൊന്നും ഇല്ലാത്ത നമ്മൾ എയർടെലിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരുന്നപ്പം ഈ കാഞ്ഞിരപ്പള്ളി ഏരിയ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടീമാണ്. വലിയ ഇവിടെ കോൺഗ്രസിൻ്റെ എന്തൊക്കെയോ സംഭവമാണ്. എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും ഭയങ്കര സംഭവമാണ്. ഇതാണ് സ്റ്റുഡിയോ. അപ്പുറത്ത് മാക്സ്. അവിടെ നിർത്താം. അവിടെ ആയിരിക്കും ഉള്ളത്. അത് പുതിയതായിട്ട് തുടങ്ങിയ ഇത്. പുതുതായിട്ട് 2 ദിവസം കണ്ടായതേ ഉള്ളൂ. കണ്ടോ തിരക്കുണ്ടാവും. മൊത്തം വണ്ടിയാണ് ഞായറാഴ്ചയും കൂടെ ആയിട്ട്. ഇവിടെ കുറഞ്ഞിപ്പം ആര് പറഞ്ഞിട്ട് ഇവിടെ കൂടി.
എവിടെയാ ബൈക്ക് വെക്കുന്ന സ്ഥലമൊന്നും ഇല്ലേ? ആ അവിടെയാ ഫ്രണ്ടിൽ ഇത് നേരെ. അവിടെ നില്ല്. എന്നെ വിളിക്കുന്നത് അവിടെ നില്ല്. വരാം. ജയ ബാഗ് കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നു. അപ്പുറത്ത് കുഴപ്പമില്ല. ഇവിടെ അങ്ങനെയാണോ? ആ ഒന്നും കുഴപ്പമില്ല. അമ്മമാർക്ക് അറിയാം നമ്മൾ എന്തെങ്കിലും സാധനമായിട്ട് ഇറങ്ങി. ഇവിടെ കുറേ വേറെ എടുത്തു തരാനൊന്നും ആളില്ല. നമ്മൾ വേണം നോക്കി എടുത്തോണം. അവർ ഇവളോട് പറയാം. ഇത് സ്വന്തം ബന്ധം മതി. വേറെ ഒരൊറ്റ ഉണ്ട്, അത് പറയത്തില്ല. ഇത് കരിച്ചേട്ടൻ അറിയോ? ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുകാരത്ത് വർക്ക് ചെയ്തത്. ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ഒരു ചുരിദാർ എടുക്കണം. അപ്പോൾ അതിനൊന്ന് ഹെൽപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് ബാക്കിയാണ്. മേളിലാണോ പെണ്ണുങ്ങളുടെ? ആ ആര് തുണി എടുക്കാൻ ഇവിടെ കയറി ഇവിടെ ചുമ്മാ കണ്ടാൽ മതി. നമുക്ക് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതേ കാണുമ്പോൾ ഒരു സന്തോഷം. കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടേ. അങ്ങനെയുണ്ട്. സ്റ്റുഡിയോക്കാട്ടിലും മെയിനാണോ ഇതാറേ? ആണോ? ഇവിടെ തിരക്കല്ലേ? നീ കാര്യങ്ങളൊക്കെ ചോദിക്കും. ചുരിദാർ എടുക്കാനുള്ള ചുമ്മാ ആ ചോദിക്കേ. ഇത് 1090 വേണ്ട ചോദിക്കും. ഞാനൊന്നും മേടിച്ചില്ല. നീ വല്ലതും മേടിച്ചോ? മാക്സ് വിത്ത് സ്റ്റുഡിയോ. നിനക്ക് വേണം നീ മേടിച്ചോ. എനിക്കൊന്നും വേണ്ട. ഞാൻ പോയേക്കാം. നീ വേണം മേടിച്ചോണ്ടോ? ഞാൻ വേണമെങ്കിൽ അങ്ങനെ കൈ കാണിക്കും. ഒന്നും മേടിച്ചില്ല. പിന്നെ നീ എന്നാ കാണാൻ പോകാ? ചുമ്മാ മാക്സ് കാണാൻ. എന്തേ കണ്ടില്ലേ? സന്തോഷമായോ? സന്തോഷമായോ? എനിക്ക് തൃപ്തിയാവൂടി. അതെയോ? ഇവിടെ ഇത്ര ഉള്ളല്ലേ 100 രൂപയ്ക്ക്? ഇത് പറ്റിയല്ലോ കേട്ടോ. അല്ലേ ചിരിച്ച കാല് കുടിക്കുന്ന കാല് എന്നാലും വേണ്ട വേറെ എന്നേലും വേണം തന്നേര്. 300 ആക്കിയാരോ എന്നേലും എടുത്ത്? എടുത്തോ എടുത്തോ. നല്ല അത് നല്ല മിച്ചറാ. നല്ലതാണെങ്കിൽ മേടിക്കണ്ട. നല്ല മിച്ചറാ അത്. കുറെ നാളായിട്ടേ വെള്ളമില്ലായിരിക്കും. അപ്പം നാളെ കൊണ്ടിടാന്നല്ലേ പറഞ്ഞേക്കുന്നത്? നാളെ നമ്മളെല്ലാം നോക്കിയിട്ട് നാളത്തെ കഴിഞ്ഞ് അത് സപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള കണക്ഷൻ. ഓക്കെ ഓക്കെ. ആ ശരി. നാളത്തെ കഴിഞ്ഞായിട്ട് വെള്ളം തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പൈസയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം സെറ്റാണ്.
പോയി നോക്കണോ? ചുമ്മാ വീഡിയോ എടുക്കാൻ വന്നു. പകുതി എവിടെ വെക്കണം എനിക്കുമ്പോ? ഇത് മറ്റേ ഇതല്ലേ? ഏത് മുളകാ? ഞാൻ കഴിച്ചിട്ടുണ്ട്. കൊള്ളാവോ? ആ എന്നാ എനിക്ക് തന്നേരും. നീ നമുക്ക് ഷുഗറുള്ളതല്ലേ? കൂട്ടോ കഴിഞ്ഞു പോക്കോ. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കടയിലൊക്കെ ഉള്ള ഗ്യാസ് ഇല്ലാത്ത ഭയങ്കര തിരക്കാണ്.